ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കുറച്ച് കോംബോ ഓഫേഴ്സ് കാണാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഫിറ്റൂണിയുടെ കോംബോയാണ് വരുന്നത്. ഇതിൽ നമുക്ക് 6 ഡിഫറെൻറ്റ് വെറൈറ്റീസ് ആയിരിക്കും വരുന്നത്. ഇനി നമുക്ക് ഏതെങ്കിലും 6 ഡിഫറെൻറ്റ് വെറൈറ്റീസ് ആയിരിക്കും. കളർ ഓപ്ഷൻ ഉണ്ടാവത്തില്ല. 6 ഡിഫറെൻ്റ് ആയിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വെറൈറ്റീസ് ആയിരിക്കും ഉണ്ടാവുക. 260 രൂപ ഇൻക്ലൂഡിങ് പോസ്റ്റേജ് ആണ് നമുക്ക് ഈ ഒരു 6 ഡിഫറെൻറ്റ് വെറൈറ്റീസിന് വരുന്നത്. അടുത്ത നമ്മുടെ സ്ട്രാഗോൺ ഫേണിൻ്റെ ഒരു വുഡൻ ബേസിൽ തന്നെ ഒരു അടിപൊളിയായിട്ടുള്ളൊരു പ്ലാന്റ് ആണ്. പ്ലാന്റ് ഇങ്ങനെയായിരിക്കും ഉണ്ടായിരിക്കുന്നത്. 499 റുപ്പീസാണ് നമുക്ക് ഈ ഒരു പ്ലാന്റിന് വരുന്നത്. നമുക്കിത് ഹാങ് ചെയ്തിടാൻ പറ്റുന്ന രീതിയിലായിരിക്കും നമ്മളിത് തരുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള വെറൈറ്റിയാണ്. നമ്മുടെ ഫേൺ വെറൈറ്റീസിൽ എപ്പോഴും ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ളൊരു വെറൈറ്റിയാണ് സ്ട്രാഗോൺ ഫേൺ. താല്പര്യമുള്ളവർ മെസ്സേജ് ചെയ്യുക കേട്ടോ. അടുത്തത് നമ്മുടെ ആഫ്രിക്കൻ വയലറ്റ്സിൻ്റെ കോംബോയാണ്. 2 ടൈപ്പ് ഓഫ് കോംബോസാണ് ഉള്ളത്. 10 പ്ലാന്റിൻ്റെ കോംബോയും 5 പ്ലാന്റിൻ്റെ കോംബോയും. 10 പ്ലാന്റ് ആണെങ്കിൽ 599 റുപ്പീസാണ് നമുക്ക് കോംബോ ഓഫറിന് വരുന്നത്. ജിഫി ബാഗിലായിരിക്കും പ്ലാന്റ് വരുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആയിരിക്കും കേട്ടോ. 5 പ്ലാന്റ് ആണെങ്കിൽ നമുക്ക് 350 റുപ്പീസാണ് ആ ഒരു കോംബോയ്ക്ക് വരുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് ആവുന്ന ചില ജിഫി പ്ലാന്റിൽ നമുക്ക് ഇപ്പോൾ തന്നെ ഫ്ലവറൊക്കെ ആയിട്ടുണ്ട്. വാട്ടറിങ്ങും ഇതിൻ്റെ ലൈറ്റിൻ്റെ പ്രസൻസ് ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ്. ആഫ്രിക്കൻ വയലറ്റ്സിന് എപ്പോഴും ഒത്തിരിയധികം ഫാൻസ് ഉള്ളൊരു വെറൈറ്റി ആട്ടോ. 10 ഡിഫറെൻറ്റ് വെറൈറ്റീസിലായിരിക്കും നമ്മൾ ഈ ഒരു പ്ലാന്റ് നമ്മൾ തരുന്നത്. 10 പ്ലാന്റിൻ്റെയും 5 പ്ലാന്റിൻ്റെയും കോംബോ ഇപ്പോൾ നമുക്ക് കറൻ്റ്ലി അവൈലബിൾ ആണ്. അടുത്ത നമ്മുടെ സ്പാനിഷ് മോസ്, നല്ലൊരു എയർ പ്ലാന്റ് ആണ് ഈ ഒരു സ്പാനിഷ് മോസ്. അപ്പോൾ സ്പാനിഷ് മോസ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. വലിയ സൈസിലുള്ള പ്ലാന്റിന് നമുക്ക് 800 റുപ്പീസും ഈ കാണിക്കുന്ന സൈസിലുള്ള പ്ലാന്റിന് നമുക്ക് 350 റുപ്പീസും ആണ് വരുന്നത്. ഒട്ടും തന്നെ മെയിൻ്റനൻസ് ഇല്ല. വല്ലപ്പോഴൊക്കെ ഒന്ന് വാട്ടർ ചെയ്ത് കൊടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ബ്രൈറ്റ് ലൈറ്റിൽ മാത്രം വെക്കുക, അതായത് ഫിൽറ്റേർഡ് ആയിട്ടുള്ള സൺലൈറ്റിൽ മാത്രം വെക്കുക. ഡയറക്റ്റ് സൺലൈറ്റിൽ വെച്ചാൽ പ്ലാന്റ് പെട്ടെന്ന് നശിച്ചു പോകും കേട്ടോ. അപ്പോൾ വാട്ടറിങ് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ബ്രൈറ്റ് ലൈറ്റിൽ വെക്കുക. വേറെ മെയിൻ്റനൻസോ കാര്യങ്ങളൊന്നുമില്ല ഈ ഒരു പ്ലാന്റിന്. പ്ലാന്റ് തന്നെ വളർന്നു വന്നുള്ളൂ. നല്ല അടിപൊളിയായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റിയൊരു വെറൈറ്റിയാണ് സ്പാനിഷ് മോസ്. അത്ര പെട്ടെന്ന് ഫാസ്റ്റ് ഗ്രോയിങ് ആയിട്ടുള്ളൊരു വെറൈറ്റി അല്ല, കുറച്ച് സ്ലോ ഗ്രോയിങ് ആണ് കേട്ടോ. പെട്ടെന്ന് അങ്ങനെ നമുക്ക് നമ്മുടെ ക്ലൈമറ്റിക് കണ്ടീഷനിൽ വല്ലാണ്ട് പടർന്ന് പിടിക്കുന്ന ഒരു വെറൈറ്റി അല്ല. എയർ പ്ലാന്റിൽ നല്ലൊരു വെറൈറ്റിയാണ് ഈ സ്പാനിഷ് മോസ്. അപ്പോൾ ഇതിൻ്റെ ഇത്രയും സ്റ്റോക്ക് നമുക്കിപ്പോൾ കറൻ്റ്ലി അവൈലബിൾ ആണ്. അടുത്ത നമ്മുടെ ഹോയ പ്ലാന്റിൻ്റെ കോംബോയാണ്. ഓൾറെഡി നമ്മുടെ 10 പ്ലാന്റിൻ്റെ കോംബോ നമുക്ക് അവൈലബിൾ ആണ്. ഇത് നമ്മുടെ പുതിയ കോംബോയാണ്. 5 പ്ലാന്റിൻ്റെ കോംബോ. 5 പ്ലാന്റിനും കൂടെ നമുക്ക് 299 റുപ്പീസ് ഇൻക്ലൂഡിങ് പോസ്റ്റേജ് ആയിട്ട് വരുന്നത്. വേറെ എക്സ്ട്രാ ചാർജസ് ഒന്നുമില്ല. നമ്മൾ ഈ ഇൻക്ലൂഡിങ് പോസ്റ്റേജ് എന്ന് പറയുമ്പോൾ കേരളത്തിനകത്തേക്ക് മാത്രമാണ് ബാധകം. കേരളത്തിന് പുറത്തേക്ക് വരുമ്പോൾ നമുക്ക് പോസ്റ്റേജിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും കേട്ടോ. സോ നമുക്ക് 299 റുപ്പീസിന് 5 ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹോയ പ്ലാന്റ്സ് നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കും. ഇതിൻ്റെ ഫ്ലവേഴ്സിൻ്റെ കളറൊക്കെ ഞാൻ ഈ ഒരു വീഡിയോനെ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ 5 നല്ല അടിപൊളിയായിട്ടുള്ള വെറൈറ്റീസാണ്. ഇതിലേതൊക്കെയാണ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോയ കാർണോസ, ഹോയയുടെ ഓസ്ട്രാലിസ്, ഹോയ പബ്ലിക് ഗാലക്സി RSP, ഹോയ ഡെൻസിഫോളിയ, പിന്നെ നമ്മുടെ ഹോയ പബ്ലിക് ഗാലക്സി. ഇങ്ങനെ 5 ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വെറൈറ്റീസാണ് ഈ ഒരു ഹോയ പ്ലാന്റിൽ വരുന്നത്. വലിയ മെയിൻ്റനൻസ് ഇല്ല, നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും. നേരത്തെ പറഞ്ഞ പോലെ വാട്ടറിങ്ങും സൺലൈറ്റിൻ്റെ പ്രസൻസ് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഡയറക്റ്റ് സൺലൈറ്റ് ഈ പ്ലാന്റിന് അത്ര നല്ലതല്ല. ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ബ്രൈറ്റ് ലൈറ്റാണ് നമ്മുടെ ഹോയ പ്ലാന്റ്സിന് എപ്പോഴും നല്ലത്. അപ്പോൾ 5 ഡിഫറെൻറ്റ് വെറൈറ്റീസാണ് വരുന്നത്. നമുക്ക് ഹാങ്ങിങ് പോട്ടിൽ വളർത്താവുന്നതാണ്. നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ് തരുന്ന വെറൈറ്റീസാണ് ഹോയ പ്ലാന്റ്സ്. അപ്പോൾ ചെറിയ കോംബോയിൽ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഉള്ളവർക്കാണ് ഈ ചെറിയ കോംബോ കേട്ടോ. 299 ഇൻക്ലൂഡിങ് പോസ്റ്റേജ്. അടുത്ത നമ്മുടെ കോംബോ അസേലിയ പ്ലാന്റിൻ്റെ കോംബോയാണ്. ഇത് ഭയങ്കര ഹിറ്റായിട്ടുള്ളൊരു കോംബോ ആയിരുന്നു. നമുക്ക് ഒത്തിരിയധികം പീസസ് നമുക്ക് സെല്ലായി. 5 പ്ലാന്റ് ആയിരിക്കും ഈ ഒരു കോംബോയിൽ വരുന്നത്. 5 പ്ലാന്റിന് നമുക്ക് 625 രൂപ, 625 റുപ്പീസാണ്. നമ്മുടെ ആദ്യത്തെ ഒരു 1-2 ബാച്ച് കംപ്ലീറ്റ് നമുക്ക് വിത്ത് ഫ്ലവറാണ് പോയത്. പക്ഷേ ഇനി നമുക്ക് എല്ലാത്തിലും ഫ്ലവർ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ 5 ഡിഫറെൻ്റ് ആയിട്ടുള്ള വെറൈറ്റീസ് ആയിരിക്കും. ഈ കാണിക്കുന്ന സെയിം കളേഴ്സ് ആയിരിക്കില്ല, പക്ഷേ 5 ഡിഫറെൻ്റ് ആയിട്ടുള്ള വെറൈറ്റീസ് ആയിരിക്കും നമ്മുടെ കോംബോയിൽ വരുന്നത് കേട്ടോ. കാരണം ഇനി അങ്ങോട്ട് നമുക്ക് ചിലപ്പോൾ ഫ്ലവേഴ്സ് ഇല്ലാത്ത പ്ലാന്റ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ലീഫിൻ്റെ ഡിഫറൻസ് വെച്ചിട്ടായിരിക്കും 5 വെറൈറ്റീസ് നമ്മൾ ചൂസ് ചെയ്ത് എടുക്കുന്നത്. നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സാണ്. മൾട്ടി പെറ്റലും സിംഗിൾ പെറ്റലും അതേപോലെ ഡബിൾ ഷെയ്ഡ് ഒക്കെ ആയിട്ട് നമുക്ക് പ്ലാന്റ് വരുന്നുണ്ട്. അപ്പോൾ 5 പ്ലാന്റിനും കൂടെ നമുക്ക് വരുന്ന ചാർജ് 625 റുപ്പീസാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി പ്ലാന്റ്സ് ആട്ടോ. ഈ കാണിക്കുന്ന സെയിം സൈസിലായിരിക്കും പ്ലാന്റ്സ് നമുക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു കോംബോ കിട്ടാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്തോളൂ. നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്പറും ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ അസേലിയയിൽ നമുക്കിപ്പോൾ കറൻ്റ്ലി 2 കോംബോയുള്ളത്. നമ്മൾ ആദ്യം കാണിച്ച ഈ 625ൻ്റെ വലിയ പ്ലാന്റിൻ്റെ കോംബോയും അതേപോലെ നമുക്ക് ചെറിയ പ്ലാന്റിൻ്റെ കോംബോ 625ൻ്റെ വേണ്ടാന്നുള്ളവർക്ക് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ കോംബോയും നമുക്കിപ്പോൾ കറൻ്റ്ലി അവൈലബിൾ ആണ്. ഇത് നമുക്കിപ്പോൾ പുതിയതായിട്ട് വന്ന കോംബോയാണ്. 450 റുപ്പീസാണ് 5 പ്ലാന്റിന് നമുക്ക് വരുന്നത്. ഇതിൽ നമുക്ക് അങ്ങനെ ഫ്ലവർ ആയി തുടങ്ങുന്നേ ഉള്ളൂ. ഈ ഒരു സൈസിൽ നമുക്ക് ഫ്ലവർ ആകും. 450 റുപ്പീസാണ് നമുക്ക് ഈ ഒരു കോംബോയ്ക്ക് വരുന്നത്. 5 ഡിഫറെൻ്റ് ആയിട്ടുള്ള വെറൈറ്റീസ് ആയിരിക്കും. ലീഫിൻ്റെ ഡിഫറൻസ് വെച്ചിട്ടായിരിക്കും നമ്മൾ പ്ലാന്റ്സ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്.
അപ്പോൾ 5 ഡിഫറെൻറ്റ് വെറൈറ്റീസ് ആയിരിക്കും വരുന്നത്. 450 രൂപയാണ്. ഇതിലൊക്കെ നമുക്ക് പോസ്റ്റേജ് എക്സ്ട്രാ വരും കേട്ടോ. ഇത് പ്ലാന്റിൻ്റെ റേറ്റ് മാത്രമാണ്. അപ്പോൾ താല്പര്യമുള്ളവർ ഒന്ന് മെസ്സേജ് ചെയ്യുക. ബിക്കോസ് രണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള കോംബോയാണ്. ഒന്ന് 625-ൻ്റെയും മറ്റൊന്ന് 450 ആണ് നമുക്ക് കോംബോ വരുന്നത്. പിന്നെ ഈ ഒരു അസേലിക്ക് നമ്മുടെ കരികില കൂടുതലായിട്ട് നമ്മുടെ പോട്ടി മിക്സിൽ ചേർക്കുന്നത് നല്ലതായിരിക്കും. കാരണം നമുക്ക് വന്നേക്കണ പ്ലാന്റ്സിലൊക്കെ കൂടുതലും കരികിലയാണ് അവർ യൂസ് ചെയ്തിട്ട് കണ്ടേക്കണത്. അടുത്ത കോംബോ എന്ന് പറയുന്നത് നമ്മുടെ കമേലിയ പ്ലാന്റിൻ്റെ കോംബോ കേട്ടോ. ഈ ഫ്ലവർ ആയിട്ടിരിക്കുന്ന പ്ലാന്റ് കണ്ടോ, ഇത് നമുക്ക് നഴ്സറിയിൽ ഇപ്പോൾ ഫ്ലവറായി നിൽക്കുന്നതാണ്. ഇതാണ് നമ്മുടെ കോംബോ. 4 പ്ലാന്റാണ് ഈ ഒരു കോംബോയിൽ വരുന്നത്. 590 റുപ്പീസ് ഇൻക്ലൂഡിങ് പോസ്റ്റേജ് ആണ് നമുക്ക് ഈ ഒരു കോംബോയ്ക്ക് വരുന്നത് കേട്ടോ. 4 ഡിഫറെൻ്റ് ആയിട്ടുള്ള വെറൈറ്റീസാണ്. നേരത്തെ പറഞ്ഞ പോലെ അസേലേക്കും കമേലിക്കും നമ്മൾ ലീഫിൻ്റെ ഡിഫറൻസ് വെച്ചിട്ടാണ് നമ്മൾ പ്ലാന്റിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. നല്ല ഭംഗിയിൽ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് കമേലിയ പ്ലാന്റ്. നല്ല വെയിലത്ത് വെക്കാൻ പറ്റിയൊരു പ്ലാന്റും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഈ സൈസിൽ കിട്ടുന്ന പ്ലാന്റൊക്കെ നമ്മളൊന്ന് നട്ടിട്ട് ചെറിയ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ബ്രൈറ്റ് ലൈറ്റിൽ വെക്കുക. ഓവർ ഷെയ്ഡിലല്ല, പക്ഷേ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ബ്രൈറ്റ് ലൈറ്റിൽ വെച്ച് പ്ലാന്റ് നല്ല ഉഷാറായതിനു ശേഷം മാത്രം ഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റിലേക്ക് വെക്കുക. പിന്നെ ഇപ്പം നമ്മൾ ഈ കാണിക്കുന്ന ഈ ഒരു പ്ലാന്റ് ഇല്ലേ, ഇത് നമുക്കിപ്പോൾ സെയിലിന് അവൈലബിൾ ആണ്. ഇത് നമ്മുടെ ഹൈബ്രിഡ് വെറൈറ്റിയുടെ നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്തേക്കണയാണ്. അതിന് നമുക്ക് 500 റുപ്പീസാണ് ആ ഒരു പീസിന് വരുന്നത് കേട്ടോ. ആ ചെറിയ സൈസിലുള്ള സിംഗിൾ പ്ലാന്റിന് നമുക്ക് വരുന്ന റേറ്റ് 500 റുപ്പീസാണ്. പക്ഷേ ഈ ഒരു 4 പ്ലാന്റിന് നമുക്ക് വരുന്ന ഇൻക്ലൂഡിങ് പോസ്റ്റേജ് 590 റുപ്പീസാണ്. 2 പ്ലാന്റ് തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. കാരണം അത് നല്ല ഹൈബ്രിഡ് ആയിട്ടുള്ള വെറൈറ്റിയാണ്. പിന്നെ നമ്മൾ ഇതൊക്കെ നമുക്ക് ആഫ്രിക്കൻ വയലറ്റ്സിൻ്റെ ഒക്കെ പാക്കിങ് നമുക്ക് ഇങ്ങനെയായിരിക്കും വരുന്നത്. പിന്നെ നമ്മുടെ കൊറിഗേറ്റഡ് ഷീറ്റ് വെച്ച് നമ്മൾ പാക്ക് ചെയ്യുന്നതൊക്കെ കൂടുതലും ഔട്ട്സൈഡ് കേരള അല്ലെങ്കിൽ സ്പീഡ് പോസ്റ്റിലൊക്കെ പോകുന്ന പ്ലാന്റ്സ് ആയിരിക്കും അങ്ങനെ പാക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് സേഫ് ആയിട്ടായിരിക്കും നിങ്ങളുടെ കയ്യിൽ പ്ലാന്റ്സ് ഒക്കെ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. താങ്ക്